ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. മെയ് 21 ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ദൃശ്യം 3 എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ട് എല്ലാവരുടെയും ചർച്ച ദൃശ്യം 3 എന്തായിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ദൃശ്യം 1ഉം 2ഉം കണ്ടിട്ടുള്ള ആളുകളാണ് മലയാളികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും. 2 കണ്ടിട്ടില്ലെങ്കിലും 2 വർക്കായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 വർക്കാവാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ച് ഈ 3യിൽ ഇവരെന്തായിരിക്കും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. 1നോളം നിൽക്കുന്ന ഒരു സിനിമ അവർക്ക് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പൊന്നുമോനെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി റെക്കോർഡ്സൊക്കെ ലാലേട്ടൻ വീട്ടിൽ കൊണ്ടുപോകും എന്ന് പറയുന്ന പോലത്തെ ഒരു പടം നമുക്ക് തരാൻ പറ്റും. ജീത്തു ജോസഫ്, ലാലേട്ടൻ, മീന, അൻസിബ, എസ്തർ, അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയ താരങ്ങൾ നമ്മുടെ ആശ ശരത്തും സിദ്ദിഖും മുരളി ഗോപിയും ഒക്കെ കൂടാതെ വീണ നന്ദകുമാർ അടക്കം പുതിയ കുറച്ച് ആളുകളും കൂടി ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ആ സിനിമയുടെ ഒരു പ്രോപ്പർ ട്രെയിലർ ഡീകോഡിങ് സീൻ ബൈ സീൻ വെച്ചിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ളതൊന്നും അവർ റിലീസ് ചെയ്തിട്ടില്ല. ടീസർ വന്ന സമയത്ത് പഴയ പടത്തിലെ കുറച്ച് സീക്വൻസുകളും പിന്നെ ഒരു പള്ളി ഷൂട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിലർ വന്ന സമയത്ത് നമുക്ക് ഡീകോഡ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുമില്ല. പക്ഷേ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ജോർജ് കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. മാനസികമായിട്ട് അയാൾ ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. ന്യൂസ് മീഡിയ ആളുകളെല്ലാവരും ഈ കേസിന് പിന്നാലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ രാത്രി 10 മണിക്കൊക്കെ അന്ന് രാത്രി 10 മണിക്കാണ് അത് സംഭവിച്ചത് എന്ന് പറയുന്ന രീതിയിലുള്ള അവരുടെ പ്രസൻറ്റേഷനും പിന്നെ മറ്റേ ടിൻ 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 മ്യൂസിക്കൊക്കെ ഇട്ട് ചോര ചിന്തുന്ന VFX ഒക്കെ വെച്ചിട്ട് പിന്നെ പറ്റുകയാണെങ്കിൽ വേറെ ആർട്ടിസ്റ്റുകളെ വെച്ച് അഭിനയിപ്പിച്ച് കാണിച്ച് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ക്രൈം സ്റ്റോറി ആയിട്ട് ഈ കേസ് TV-യിൽ വരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ജോർജ് കുട്ടിയെ ബാധിക്കുന്ന പ്രശ്നം എന്താണ്? ഇതിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ജോർജ് കുട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതായത് എന്തൊക്കെ നാട്ടുകാർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും പോലീസുകാർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും കോടതിയിൽ തെളിയിക്കാത്തടത്തോളം ജോർജ് കുട്ടീനെ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസിൽ നിൽക്കുന്ന, ഇനിയിപ്പോൾ ബോഡി കിട്ടാത്തടത്തോളം ഇവിടെ തെളിവില്ലല്ലോ. ഇപ്പം വരുണിൻ്റെ അസ്ഥി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണോ? പുള്ളി ആസിഡ് ഒഴിച്ച് കരിച്ച് കളഞ്ഞു. ബാക്കി ഉണ്ടായിരുന്നത് വരുൺ പ്രഭാകറിൻ്റെ അച്ഛനും വീട്ടുകാർക്കൊക്കെ കൊടുത്തും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ ഇയാളെ ബാധിക്കുന്ന പ്രശ്നം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ക്ലൂസ് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രോപ്പർ ട്രെയിലർ ഡീകോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സായിട്ട് നിങ്ങളിതിനെ കാണണ്ട. ഇപ്പോൾ ലാസ്റ്റ് ഒരു ട്രാക്ക് ഇതിൻ്റെതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ദൃശ്യം 3യുടെ. ഇനി വരുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. അകലെ ഒരു തണൽക്കാട് അതിലോ ഒരു കുളിർക്കൂട് എന്നാണ് ആ പാട്ടിൽ. അതായത് അയാൾ ആഗ്രഹിച്ചിരുന്ന, നമ്മൾ ചെന്ന് കയറുമ്പോഴേ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു കുളിര് പകരുന്ന, ഒരു തണലിലേക്ക് ചെന്ന് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന നമ്മുടെ കുടുംബം. അപ്പോൾ അങ്ങനെ ഒരു വീടിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അകലെ, കരളിൽ പഴയൊരു കാലം, കനവായി കരുതിയ കാലം എന്നാണ്. അതായത് ഇതായിരുന്നു എൻ്റെ സ്വപ്നം, ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കെട്ടത് എന്ന് പറഞ്ഞ് തന്നെയാണ് ഫസ്റ്റ് പാർട്ടിൽ തൊട്ട് ജോർജ് കുട്ടി അയാളുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. ഇതിൻ്റെ ടീസറിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഡയലോഗ് കേൾക്കുന്നുണ്ട്. ജനിച്ചപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ ഈ യുദ്ധം, സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എൻ്റെ കുടുംബം, അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോൾ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. നമ്മൾ അങ്ങനത്തെ വാക്കുകളൊക്കെ എപ്പോഴും ഉപയോഗിക്കാം. നമുക്ക് കുറ്റബോധം വന്നിട്ട് നമ്മൾ ആരോടെങ്കിലും ഇത് ഏറ്റു പറയുമ്പോഴാണ്. ചിലപ്പോൾ ഒരു പള്ളിയിലച്ഛനോടായിരിക്കാം, പക്ഷേ ഏറ്റവും ലാസ്റ്റ് സാറെന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സോ അതൊരു പോലീസ് ഉദ്യോഗസ്ഥനോടാവാനുള്ളൊരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം. പക്ഷേ എൻ്റെ മനസ്സിൽ വേറൊരു സാധ്യതയും കൂടിയുണ്ട്. സെക്കൻഡ് പാർട്ടിൽ വരുണിൻ്റെ അസ്ഥി കളക്ട് ചെയ്യാൻ ഇയാളെ സഹായിക്കുന്ന, തെളിവുകൾ സൂക്ഷിക്കുന്ന അവിടുത്തെ ആ ജോലിക്കാരനുണ്ടല്ലോ, അപ്പം പുള്ളിയോടൊരു പക്ഷേ കൺഫസ് ചെയ്യുന്നതായിരിക്കാം, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഒരു ചെറിയ സാധ്യതയുണ്ട്. പക്ഷേ മിക്കവാറും ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് തന്നെയായിരിക്കും. അങ്ങനെ അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോൾ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. സോ വേദനിക്കപ്പെട്ടിട്ടുള്ള ഒരാളോട് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെയുണ്ട് എന്നെനിക്കറിയില്ല. അതായത് ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് വേദനിച്ചിട്ടുള്ള മറ്റാളുകൾ ആരൊക്കെയാണ് എന്നെനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു സെൽഫിഷ്നെസ്സിൻ്റെ പുറത്ത് ചെയ്തു പോയതാണ്. പക്ഷേ അത് ഒരുപാട് പേരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ അസ്ഥികൂടം കളക്ട് ചെയ്തിട്ട് അത് അയാൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ അവിടെയാണ് എന്നുള്ളത് കൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ജോലിയെ ബാധിച്ചിട്ടുണ്ടാവാം. ഇതിൻ്റെ പുറകെ നടന്ന പോലീസുകാർക്ക് മാനസികമായും പിന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന കുറ്റം പറച്ചിലൊക്കെ ആയിട്ട് അവരും അനുഭവിക്കേണ്ടി വരുന്നൊരു പ്രഷറുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ ബാധിച്ചിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഈ ജോർജ് കുട്ടിയുടെ ഈ തീരുമാനം എന്ന് പറയുന്നത്. അത് അയാളുടെ മകളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെയും ഒരുപാട് ആളുകൾ ഇവിടെ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ പാട്ടിൻ്റെ വരിയിലേക്ക് വരുമ്പോൾ, കനവായി കരുതിയ ലോകം, ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്, വിടർന്നതും കൊഴിഞ്ഞതും കടന്നു നാമിതാ, ഇനി വരുമോ നിഴലുകളെ, ഇടരരുതേ ഈ നെഞ്ചം, നനയരുതേ ഇമേതളെ, ഇരുളരുതേ ആകാശം. അതായത് ഇനിയും എനിക്ക് ആ പ്രഷറുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുതേ എന്നൊക്കെ ഇയാൾ ആഗ്രഹിക്കുന്ന, ഇത് ഞാൻ
വരികളുടെ അർത്ഥം ഇതാണ്, ഇങ്ങനെ തന്നെയാണ് എഴുത്തുകാരൻ ഉദ്ദേശിച്ചത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. സിനിമയുടെ ടീസറും ട്രെയിലറും വെച്ച് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെ ഈ പാട്ടുമായിട്ട് ചേർത്ത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓർമ്മതൻ വലയിൽ മുറുകി തനു നീറിടുമ്പോഴും, ഇത് ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. മാത്രമല്ല ജോർജ് കുട്ടിയെ സംബന്ധിച്ച് ഏത് നിമിഷവും അയാൾ എല്ലാ ദിവസവും പത്രം വായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം അപ്ഡേറ്റഡ് ആയിരിക്കുന്നു. പറ്റുകയാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ വീടിൻ്റെ ചുറ്റുമൊക്കെ CCTV വെച്ചിട്ട് ചുറ്റുപാട് നടക്കുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അയാൾ എപ്പോഴും അലേർട്ടായിരിക്കുകയാണ്. ഏത് നിമിഷവും ഈ കേസിലേക്ക് ലീഡ് ചെയ്യാവുന്ന ഒരു സിംഗിൾ സെൻറ്റൻസ് എവിടെയെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പോലും അയാൾ അലേർട്ടാണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ ഇത് ഇയാളെ ഫിസിക്കലിയും ഭയങ്കരമായിട്ട് ബാധിക്കും. അയാളെ മാത്രമല്ല, അയാൾക്കൊപ്പമുള്ള അയാളുടെ വൈഫിനും പെൺമക്കൾക്കും ഒക്കെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സാണ്, കണ്ടിന്യൂസ് സ്ട്രെസ്സാണ്. ഓർമ്മതൻ വലയിൽ മുറുകി തനു നീറിടുമ്പോഴും പോകുമീ വഴിയിൽ മുഴുവൻ ഭയമേറിടുമ്പോഴും, മുന്നോട്ട് പോകുന്തോറും ഭയം കൂടി വരുമ്പോഴും, ഒരാളിലും പെടാത്ത ഒരാൾ വിടാതെ കാവലാൽ നിലാവ് പോൽ തലോടിടും കെടാത്ത നാളമായി എന്ന് എഴുതി കാണിക്കുമ്പോൾ ആ ലിറിക്കൽ വീഡിയോ ആണ് വന്നത്. അവിടെ ലാലേട്ടനെയാണ് കാണിക്കുന്നത്. ഞാൻ ആ പാട്ട് സീനിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അൻസിബയുടെ അടുത്ത് ലാലേട്ടൻ എന്തോ കൊടുക്കുകയോ കൈ പിടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്യണം. അപ്പോൾ പുറകിൽ വേറൊരു കാറും കൂടിയാണ്. അതായത് 2 കാറുകളുണ്ട്. പെൺകുട്ടികളിൽ മിക്കവാറും 2 പേരുടെയും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ജോലി ഉണ്ടാവാം, അതല്ലെങ്കിൽ അവർക്ക് അമ്മയ്ക്കും പെൺമക്കൾക്കും കൂടി പുറത്ത് പോകാനൊക്കെ ആയിട്ട് ജോർജ് കുട്ടി ഒരു വണ്ടിയും കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് വണ്ടി വരിക അല്ലെങ്കിൽ ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് ഞാനതിനെ കാണുന്നത് ഒരു ഇൻഡിപെൻഡൻസിൻ്റെ ഭാഗമായിട്ടാണ്. എന്ന് വെച്ചാൽ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എവിടെയും പോകാൻ പറ്റുമെന്ന് പറയുന്നൊരു കാര്യം നമുക്ക് തരുന്നൊരു സെൻസ് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്, സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ ജോർജ് കുട്ടിയെ സംബന്ധിച്ച് അയാൾ ഉണ്ടാക്കിയെടുത്ത അയാളുടെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു സെൽഫിഷ് തോട്ടുണ്ട്. ഇതിപ്പോൾ പറയുമ്പം എന്താ അങ്ങനെ, നീ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എന്ന് പറയുന്ന ഒന്നാണ്. പക്ഷേ മക്കൾ വലുതാവും, അവർ ഇൻഡിപെൻഡൻ്റ് ആവും. അവർ അച്ഛൻ്റെയും അമ്മയുടെയും ചിറകിനടിയിലല്ലാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ഉണ്ടാവും. ഡിറ്റാച്ച്ഡ് ആവേണ്ടതാണ്. പക്ഷേ ആ ഡിറ്റാച്ച്മെൻറ്റ് എനിക്ക് ആരുമില്ല, ഇതെനിക്കാണ്, എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണെന്ന് ചിന്തിക്കുന്നത് ജോർജ് കുട്ടിയെ സംബന്ധിച്ച് മക്കൾ തിരിഞ്ഞു നിന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അതുകൊണ്ടാണ് വക്കീൽ ഈ ആസിഡ് ഒഴിച്ച കാര്യം എന്തുകൊണ്ടാണ് മക്കളോട് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ജോർജ് കുട്ടി പറയുന്നത്, ഞാനിതൊക്കെ അവർക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടുള്ള അവരുടെ അച്ഛൻ ഒരു ക്രിമിനലാണ് എന്ന് അവർ ചിന്തിച്ചു പോയാലോ എന്ന് പറയുന്ന അയാളുടെ പേടിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മക്കൾ അയാളോടൊരു ഡിസ്റ്റൻസ് ഇടുമല്ലോ. സോ ഏത് തരത്തിലാണെങ്കിലും അയാളുമായി ഒരു ചെറിയ അകൽച്ച ഉണ്ടാകുന്നത് പോലും, മക്കൾക്കിടയിൽ ഒരു അകൽച്ച ഉണ്ടാകുന്നത് ജോർജ് കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. കുട്ടികൾ അവരുടെ സ്വന്തം കാര്യം സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ അൻസിബയെ നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഒരു ഷോട്ടിൽ അവരൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾക്ക് മനഃശാസ്ത്രവുമായി വളരെയധികം ബന്ധമുള്ള പുസ്തകങ്ങളൊക്കെയാണ് അടുക്കി വെച്ചിട്ടുള്ളത്. മാത്രമല്ല അവരുടെ വീടിൻ്റെ ആംബിയൻസിലല്ല നമ്മൾ അൻസിബയെ കാണുന്നത്. സോ അവർ ഒറ്റയ്ക്ക് സൈക്കോളജിസ്റ്റിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതായത് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് അവർ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങുന്നു. അവർ കുറേ കൂടി ഹീലായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഈ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത്. സോ അച്ഛനോടും അമ്മയോടും അങ്ങനെ ഹെവി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് തൻ്റെ സാഹചര്യം എന്താണ്, മാനസികാവസ്ഥ എന്താണ്, അതിനോട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് അൻസിബ എത്തിയിട്ടുണ്ടാവും. മാത്രമല്ല ഈ പാട്ട് ലിറിക്കൽ വീഡിയോ വന്ന സമയത്ത് മുഴുവൻ നമ്മൾ കാണുന്നത് ചിന്താഭാരവുമായിരിക്കുന്ന ജോർജ് കുട്ടിയാണ്. ജോർജ് കുട്ടിയുടെ മനസ്സിനെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അലട്ടി തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷോട്ടുണ്ട് ഈ പാട്ടിൻ്റെ ലിറിക്കൽ വീഡിയോയിൽ. ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ കുറച്ച് പൂവൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലാലേട്ടൻ്റെ കയ്യിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മറ്റൊരാളുടെ കൈ ലാലേട്ടൻ ഇങ്ങനെ 2 കൈ വെച്ച് ക്ലോസ് ചെയ്ത് പിടിച്ചേക്കാണ്. വേറൊരു വ്യക്തി അവിടെ കിടക്കുന്നുണ്ട്. ആ കിടപ്പിലായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ആ കിടക്കുന്ന ഒരു വ്യക്തിയുടെ 2 കൈയും കൂടി അദ്ദേഹം ലോക്ക് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്നത് അവരൊരു മരണാസന്നമായ അവസ്ഥയിലെത്തുന്നു, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. പ്രായം കൊണ്ട് ചിലപ്പോൾ ഒരുപാട് മുതിർന്ന ആളുകളായിരിക്കും. അവരെയൊക്കെ കാണാൻ ചെല്ലുമ്പോഴേ നമ്മൾ കൈ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് പിടിക്കുക. അയാൾക്ക് അവസാനമായി നമ്മളോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോൾ ചെന്നിരിക്കുക. എനിക്കതിൽ ആ ലാസ്റ്റ് പറഞ്ഞ ഓപ്ഷനാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ കൈ ഒരു പുരുഷൻ്റെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്കിൻ ടോണൊക്കെ വെച്ചിട്ട് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിദ്ദിഖാവാം, ചിലപ്പോൾ സഹദേവനാവാം, നമ്മുടെ കലാഭവൻ ഷാജോൺ ആവാം. അവരിൽ ആരോ ഒരാളുടെ അടുത്ത് ജോർജ് കുട്ടി സംസാരിക്കുകയാണ്. ചിലപ്പോൾ അതൊരു കുമ്പസാരമായിരിക്കാം. അവിടെ ഇരുന്ന് തൻ്റെ കുറ്റങ്ങൾ ഏറ്റു പറയുന്ന ആ സാറേ എന്ന് പറയുന്ന വിളിയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഷാജോൻ്റെ കഥാപാത്രം, അയാളുടെ ജോലി പോയി, അയാളുടെ കരിയർ തീർന്നു, കുടുംബമില്ലാതെയായി, ജീവിക്കാൻ മുന്നോട്ട് പോകാൻ വഴിയില്ലാതെയായി, അയാൾ മദ്യപാനത്തിന് അടിമപ്പെട്ട് അങ്ങനെ അയാളുടെ ജീവിതം തീർന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജോർജ് കുട്ടിയെ, മരിക്കുന്നതിന് മുമ്പ് ജോർജ് കുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ജോർജ് കുട്ടി ഇതേപോലെ അടുത്തിരിക്കും. സഹദേവ അതൊന്നും സാരമില്ല, ജോർജ് കുട്ടി എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ സഹദേവന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ
ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. എടോ ജോർജ് കുട്ടി, താൻ എന്തൊക്കെയാണ് നേടിയത്? മറ്റേ പ്രാഞ്ചേട്ടൻ ആൻഡ് സെയിൻറ്റിൽ പറയുന്ന പോലെ നീ നേടിയെന്ന് കരുതിയതൊക്കെ നിൻ്റെ നേട്ടങ്ങളാണോ? കാരണം ഈ കുടുംബം, അതായത് താനായിട്ടുണ്ടാക്കിയ കുടുംബം ശിഥിലമായി പോരുത്, അവരെല്ലാവരും എനിക്കൊപ്പം ഉണ്ടാവണം, അവരെ ഞാൻ സംരക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ എനിക്കിതെല്ലാം വേണം എന്ന് പറയുന്നതാണ് അവിടുത്തെ കറക്റ്റ് തോട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എൻ്റെ ഫാമിലി. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി താൻ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടി. പക്ഷേ തനിക്ക് മനസമാധാനമായിട്ട് അവർക്കൊപ്പം ഇരുന്നൊന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ദിവസമെങ്കിലും പേടിക്കാതെ ഉണരാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാ രാത്രികളിലും നിങ്ങൾ സമാധാനമായിട്ടാണ് ഉറങ്ങുന്നത്? എടോ, താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്ക് തൻ്റെ ആ കുടുംബത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കാണാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ സഹദേവൻ അയാളുടെ ഒരു ഈവൻ ലാസ്റ്റ് ഡേയ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് പ്രായമായിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന, കാരണം നമ്മുടെ ജോർജ് കുട്ടി അങ്ങനെ പള്ളിയിൽ പോകുന്ന ഭക്തനായിട്ടുള്ള ഒരാളായിട്ടല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഗ്രാജുവലി എത്തിക്കൊണ്ടിരിക്കുന്ന ജോർജ് കുട്ടി ഈ ഫാമിലിയിൽ മക്കളും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഫിനാൻഷ്യലി സെറ്റിലായി നമുക്ക് ഈ ദൈവത്തിലേക്കുള്ളൊരു പോക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ പ്രായത്തിൻ്റെ. ജോർജ് കുട്ടിയെ പോലൊരു ക്യാരക്ടറിന് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സഹദേവൻ ഇതുപോലൊരു ചോദ്യം ചോദിക്കുന്നെങ്കിൽ ജോർജ് കുട്ടിയെ ഭയങ്കരമായിട്ട് തകർത്ത് കളയും. ജോർജ് കുട്ടി മുഴുവൻ തിരിഞ്ഞൊന്ന് ആലോചിക്കും, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എന്നിട്ട് ഞാൻ എന്താ നേടിയത്? അപ്പം ഇതൊന്നും ശരിയായില്ലേ, ഞാനിതിനെ ഇങ്ങനെയല്ലേ ട്രീറ്റ് ചെയ്യേണ്ടിയിരുന്നത്? അങ്ങനെയുള്ള, ഇനി ചിലപ്പോൾ വരുൺ പ്രഭാകറിൻ്റെ അച്ഛനായിരിക്കാം, സിദ്ദിഖായിരിക്കാം ആ കിടക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. എടോ, വയസ്സാവുമ്പോഴാണ്, ജീവിതത്തിൻ്റെ അവസാന സ്റ്റേജിലേക്കൊക്കെ വരുമ്പോഴാണ് എൻ്റെ മകൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. മുമ്പ് ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് എനിക്ക് അവനെ ശരിക്കും മിസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതല്ലേ? ജോർജ് കുട്ടി, താൻ ഹാപ്പിയാണോ? തൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്നൊരു ചോദ്യം പ്രഭാകരൻ്റെ വായിന്ന് ജോർജ് കുട്ടി അയാളുടെ അവസാന കാലഘട്ടത്തിൽ ഈ പറയുന്ന വിശ്വാസങ്ങളുടേതൊക്കെ ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുള്ള, ഒരുപാട് കുറ്റബോധം ഓൾറെഡി തോന്നി തുടങ്ങിയിട്ടുള്ള മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ അടുത്ത് സിദ്ദിഖിൻ്റെ കഥാപാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ വൈസ് ജോർജ് കുട്ടി ഭയങ്കര വീക്കായി പോകും. എന്ന് വെച്ചാൽ അയാളുടെ 30കളിൽ അയാൾ ചെയ്യുന്ന പോലെ അല്ലല്ലോ അയാളുടെ ലേറ്റ് 40s വരുമ്പോൾ അല്ലെങ്കിൽ 50s വരുമ്പോൾ അയാൾ ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുക. സോ ആ കൈ ആരുടേതാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാളുടെ മരണമോ അല്ലെങ്കിൽ അയാളുടെ ഈ വാക്കുകളോ ജോർജ് കുട്ടിയിൽ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മൾ ദൃശ്യം 3യുടെ ആ സബ് ടൈറ്റിൽ ഉണ്ടല്ലോ, ദൃശ്യം 1ലും 2ലും 3ലും ഒക്കെ അവർ ഈ ദൃശ്യം എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സബ് ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഇത്തവണ ദൃശ്യം 3യുടെ ടെക്സ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭൂതകാലം എക്കാലവും നിശബ്ദമായിരിക്കില്ല എന്നുള്ളതാണ്. സോ ദെയർ പാസ്റ്റ് സ്പീക്കിംഗ്, അവരുടെ പാസ്റ്റ് തിരിച്ചു വരുന്നു അല്ലെങ്കിൽ അത് വീണ്ടും സംസാരിക്കുന്നു. അതിനെ നിശബ്ദമാക്കി വെക്കാനാണ് ജോർജ് കുട്ടി ഇത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. സോ ആ സത്യം അല്ലെങ്കിൽ ആ സത്യത്തിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും ഇവിടെ ആരുടെയൊക്കെയോ മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഇനി ടീസർ ക്ലിപ്പ് നോക്കി അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അമേരിക്കയിലാണ് ഗീതാ പ്രഭാകറും ഉള്ളത്. പക്ഷേ അവർ രണ്ടുപേരും എന്തോ ഒന്ന് കണ്ട് ഭയങ്കര ഷോക്കായതുപോലെ ഇരിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതെന്തായിരിക്കാം? മിക്കവാറും അമേരിക്കയിലുള്ള ആൾക്കാർ ഇവിടെ ഈ ജേർണലിസ്റ്റുകൾ ആ ക്രൈമിനെ കുറിച്ച് അവരായി അന്വേഷിച്ച് നടത്തുന്ന, പിന്നെ അവരുടെ കയ്യിൽ നിന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചേർത്തുണ്ടാക്കുന്ന ഒരു സ്റ്റോറി. ആ സ്റ്റോറി കാണുന്ന ഗീതാ പ്രഭാകറും ആയിരിക്കാം. ഒരു പക്ഷേ ഈ ജേർണലിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോഴാണ്, കാരണം ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര സ്ട്രെസ്സോ പ്രഷറോ ഒന്നുമില്ല, അതായത് ഈ കേസ് ഇപ്പം തന്നെ കണ്ടുപിടിക്കണം എന്ന് പറയുന്ന ഒന്നുമില്ല. മാത്രമല്ല അവർക്ക് കുറച്ച് ഇമാജിനേഷൻ ഇതിനകത്ത് ഇടുകയും ചെയ്യാം. ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിടാം. പിന്നെ നാട്ടുകാർ പറയുന്ന ഊഹാപോഹങ്ങൾ അവർക്ക് പരിഗണിക്കാൻ പറ്റും. അങ്ങനെ അവർ ബിൽഡ് ചെയ്യുന്നൊരു കഥ, അത് ടി വിയിൽ കാണുന്ന സമയത്ത് ഇവൻ ആ ജേർണലിസ്റ്റ് അവരുടെ സീനിയർ ആയിട്ടുള്ള ആളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി, മീഡിയ റിപ്പോർട്ട് വന്നതിന് ശേഷം റീഓപ്പൺ ചെയ്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ള എത്രയോ കേസുകളുണ്ട് എന്ന് വീണയുടെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്. സോ ഈ മീഡിയ റിപ്പോർട്ട് പുറത്ത് വരുമ്പോൾ, ഈ പറയുന്നൊരു ക്രൈം സ്റ്റോറി പുറത്ത് വരുമ്പോൾ, മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല എന്ന് പോലീസുകാർ ചിന്തിക്കുന്നുണ്ടാകും. അതാണ് മുരളിഗോപിയുടെ ക്യാരക്ടർ പറയുന്നത്. അവൻ്റെ എല്ലാ ഫയലുകളും എത്രയും പെട്ടെന്ന് എൻ്റെ ടേബിളിൽ എത്തണമെന്ന് മറ്റു പോലീസുകാരോട് പറയുന്നുണ്ട്. സോ ടി വി പ്രോഗ്രാം എന്ന് പറയുന്നത് അത് വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഓൾറെഡി കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ളൊരു കേസ്, അതിനെക്കുറിച്ച് വീണ്ടും ഒരു അന്വേഷണം വരികയാണ്. അതിനെ കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ ഫാമിലിക്ക് ഉണ്ടാകുന്നൊരു ട്രോമയുണ്ട്. നമ്മുടെ ജോർജ് കുട്ടിയുടെ ഫാമിലിക്ക്. അങ്ങനെ വരുമ്പോഴാണ് ജോർജ് കുട്ടി അയാളുടെ കുടുംബാംഗങ്ങളോട്, ഭാര്യയോടും പെൺമക്കളോടും വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ എന്തൊക്കെയാണ് ഈ കേസിൽ അയാൾ ചെയ്തിട്ടുള്ളത്, ഇതിൽ നിങ്ങൾ പേടിക്കേണ്ടതൊന്നുമില്ല എന്ന് പറയുന്ന കാര്യം ആ ഫാമിലിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അയാൾ തുറന്നു പറയുന്നുണ്ടാകും. അതിൽ
അസ്ഥി ആസിഡ് ഒഴിച്ച് ഇല്ലാണ്ടാക്കി എന്ന് പറയുന്ന കാര്യം മാത്രം ജോർജ് കുട്ടി ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നില്ല. പക്ഷേ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വക്കീൽ അത് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആസിഡിൻ്റെ കാര്യം മക്കളോട് പറയാതിരുന്നത് എന്നുള്ളത്. സോ അവിടം വരെയുള്ള കാര്യങ്ങൾ അയാൾ ഫാമിലിയെ ധരിപ്പിക്കുന്നുണ്ട്. മിക്കവാറും ഈ കേസിൽ ഒരു പുനരന്വേഷണം വന്നാൽ പിടിക്കപ്പെടില്ലേ എന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നത് ഇതിനെക്കുറിച്ച് നാട്ടുകാർക്കും പോലീസുകാർക്കും ഒക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളാരും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കും അത്. ആ കോൺവെർസേഷനിൽ ഇവരെല്ലാവരും ഇരിക്കുന്ന ഒരു എക്സ്പ്രഷനൊക്കെ നോക്കുമ്പോഴും ഈ റിപ്പോർട്ട് കണ്ട് ഞെട്ടിത്തരിച്ചതിന് ശേഷമാണ് ജോർജ് കുട്ടിയും വക്കീലും ഒക്കെ ആയിട്ട് ഇവരൊരു റെസ്റ്റോറൻറ്റിൽ വെച്ച് അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും കാച്ചി ആയിട്ടുള്ള ആ കോൺവെർസേഷൻ എന്ന് പറയുന്നത് വക്കീൽ ചോദിക്കുന്നുണ്ട്, അതായത് എൻ്റെ മക്കൾ ഞാനൊരു ക്രിമിനലാണെന്ന് ചിന്തിക്കുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടെന്ന് ജോർജ് കുട്ടി പറയുമ്പോൾ, അവരങ്ങനെ ചിന്തിക്കില്ല എന്ന് പറയുമ്പോൾ, എല്ലാം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോർജ് കുട്ടി തിരിച്ചു ചോദിക്കുന്നത് കഴിഞ്ഞോ എന്നാണ്. അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് അയാളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന, ജോർജ് കുട്ടിയെ പോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന എന്തോ ഒരു ഫാക്ടർ മിച്ചം കിടപ്പുണ്ട്. ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ ജീത്തു ജോസഫ് കാണിച്ചിട്ടുള്ളതല്ലാത്ത വേറെ എന്തോ ഒരു ഫാക്ടർ ഇതിനകത്ത് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൂടാതെ ഇയാൾക്ക് ഓൾറെഡി കുറ്റബോധം തോന്നി തുടങ്ങിയല്ലോ, ഇതിനി വീണ്ടും വീണ്ടും തന്നെ വന്ന് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് അയാളിൽ ഉണ്ടായിട്ടുണ്ടാകും. അയാളുടെ മനസാക്ഷി തന്നെ അയാൾക്കെതിരെ സംസാരിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ പറയുന്ന ഒരു ടെൻഷൻ ഉണ്ടാകും, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു മാനസികമായിട്ടുള്ള സംഘർഷം ഈ ജോർജ് കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ ട്രെയിലറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ ഷോട്ടിൽ ജോർജ് കുട്ടി ഭയങ്കര പാനിക് ആയിട്ടിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ആ റെസ്റ്റോറൻറ്റ് ഈ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നതല്ല, അല്ലാതെ അയാൾ മറ്റേതോ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഒന്നെങ്കിൽ ഒരാളെ കണ്ടു, അല്ലെങ്കിൽ ഒരു കാര്യം അയാൾ കണ്ടു, ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരു സിനിമ ബിറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വരാൻ പോകുന്നു, പുനരന്വേഷണം വരാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യമാവാം, ഒരു പ്രസ് മീറ്റിൻ്റെ വീഡിയോ ക്ലിപ്പായിരിക്കാം. അങ്ങനെ എന്തോ ഒന്ന് കണ്ട് ജോർജ് കുട്ടി വളരെ പാനിക് ആവുന്നുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും വളരെയധികം ധാരണകൾ വെച്ച് പുലർത്തി പോലീസുകാർ എന്ത് ചെയ്യും എന്ന് മുൻകൂട്ടി കണക്കാക്കി കാര്യങ്ങൾ ചെയ്യുന്ന അയാളൊരു കുറുക്കനാണ്, കുറുക്കൻ്റെ ബുദ്ധിയാണ് എന്ന് പോലീസുകാരെ കൊണ്ട് വരെ പറയിപ്പിക്കുന്ന ജോർജ് കുട്ടി പബ്ലിക് സ്പേസിലിരുന്നിട്ട് ഈ ഞെട്ടൽ തൻ്റെ എക്സ്പ്രഷനായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും അത്രയും സീരിയസ് ആയിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്ന പ്രൈമറി ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ജോർജ് കുട്ടിയുടെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. തന്നെയും തൻ്റെ കുടുംബത്തിനെയും ഇനിയും അത് വേട്ടയാടുമോ, ഇത്രയൊക്കെ ചെയ്തിട്ടും താൻ എന്താണ് നേടിയതെന്നൊക്കെ പറയുന്ന ആ ഇമോഷണൽ ഒരു സ്ട്രഗിളിലൂടെ അയാൾ കടന്നു പോകുന്ന സമയത്ത് ജേർണലിസ്റ്റുകൾ വരികയാണ്, അവരിതിനൊരു ക്രൈം സ്റ്റോറി ചെയ്യുകയാണ്. ആ ക്രൈം സ്റ്റോറി ഈ കേസിനെ പുനരന്വേഷണത്തിന് വിധേയമാക്കുകയാണ്. അവരുടെ ക്രൈം സ്റ്റോറിയിൽ പോലീസുകാർ ചിന്തിക്കാത്ത ഏതെങ്കിലും ഒരു ആംഗിളിനെ കുറിച്ചൊരു പരാമർശം ഉണ്ടാവാം. അതുപോലെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള ഊഹാപോഹങ്ങളും ഉണ്ടാവും. സോ അന്വേഷണം ചിലപ്പോൾ പുനരാരംഭിക്കാം. അതിനോടൊപ്പം ഈ കേസിൽ ഭാഗമായിട്ടുള്ള ആളുകളിൽ ഇപ്പോൾ ദൃക്സാക്ഷിയായിട്ടുള്ള, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണുന്ന ദൃക്സാക്ഷിയായിട്ടുള്ള ആൾ, അതേപോലെ ഈ തെളിവുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ സെക്യൂരിറ്റി ഗാർഡ്, ഇവരൊക്കെ നമ്മൾ ഈ ട്രെയിലറിലും കാണുന്നുണ്ട്. ഇവരൊക്കെ ജോർജ് കുട്ടിയോട് സംസാരിക്കുകയാണ്. ജോർജ് കുട്ടി വളരെ ടെൻഷൻ അടിച്ച് എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ് മറ്റേ ദൃക്സാക്ഷിയായിട്ടുള്ള ആളോടൊക്കെ സംസാരിക്കുന്നത്. അപ്പം മിക്കവാറും ജേർണലിസ്റ്റുകൾ അന്വേഷിച്ച് വരുമ്പോൾ ഇവർ പറയുന്ന ഓരോ കീവേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജോർജ് കുട്ടി തന്നെ ഇവരെ നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ അന്വേഷിച്ച് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ആദ്യം മനസ്സിലാവുന്നുണ്ടാവില്ല ആരാണ് അന്വേഷിക്കുന്നതെന്ന്. കാരണം ജോർജ് കുട്ടിയുടെ സൗണ്ടിൽ നമ്മൾ കേൾക്കുന്നൊരു ഡയലോഗ് അവരാരാണെന്ന് മനസ്സിലാക്കാവുന്ന എന്തെങ്കിലും സൂചന തരാമോ എന്നുള്ളതാണ്. അപ്പോൾ ആരോ ഈ കേസിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ജോർജ് കുട്ടി മനസ്സിലാക്കുന്നു. മീഡിയ ആണെന്ന് ജോർജ് കുട്ടി അറിയുന്നത് കുറച്ച് വൈകിയായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ജോർജ് കുട്ടി ഈ പറഞ്ഞ ആളുകളെ ചെന്ന് കാണും. ഇവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇവർ ഭയങ്കര സ്ട്രോങ് ആയി പറയുന്ന ആർഗ്യുമെൻറ്റ്സ് ജോർജ് കുട്ടിയുടെ കേസിലേക്ക് തിരിച്ചടിയാവാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ ഇയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടാവും. ഈ സെക്യൂരിറ്റി ഗാർഡ് അന്ന് രാത്രി നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് അതിൻ്റെ പേരിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഞാൻ വാ തുറക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്ര പൈസ തരണം എന്നൊക്കെ പറഞ്ഞ് അയാളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ ഇയാളെ മൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രഷർ ഇയാൾ അനുഭവിക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും തനിക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നില്ല, കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആ തിരിച്ചറിവിൽ പോലീസിൻ്റെ പുനരന്വേഷണമോ അല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും അത് അയാളെ ബാധിക്കും. ആ പറയുന്നൊരു മെൻ്റലി അതിനെ അഫക്റ്റ് ചെയ്യുന്ന അതിൽ നിന്ന് അയാൾ എങ്ങനെ പുറത്ത് കിടക്കും എന്നുള്ളതാണ് ഈ സിനിമയിൽ ഉണ്ടാവുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ത്രില്ലിംഗ് എലമെൻറ്റ് അവർ ഉറപ്പായിട്ടും ജിത്തു ജോസഫിൻ്റെ പരിപാടി ക്ലൈമാക്സിലേക്ക് വെക്കുക എന്നുള്ളതാണ് മെയിൻ ട്വിസ്റ്റ് പരിപാടിയൊക്കെ. എന്നേക്കുമായി ഈ കേസ് ക്ലോസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു രീതി തന്നെ ആയിരിക്കും. അല്ലാതെ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ചെന്ന് നിൽക്കുന്നത് പോലത്തെ ഒരു സീൻ ജിത്തു ജോസഫ് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ രക്ഷപ്പെടാനുള്ള പഴുത്, തൻ്റെ കുടുംബത്തിനെ അതിൽ നിന്ന് സേഫാക്കാനുള്ള പഴുത് എപ്പോഴും ജോർജ് കുട്ടി കാണുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതായിരിക്കും നമ്മൾ കാണാൻ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. മീഡിയ ഇതിൻ്റെ ചുറ്റും ഇത്രയൊക്കെ നടന്ന് പോലീസ് പുനരന്വേഷണം നടത്തിക്കഴിഞ്ഞാലും
ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിൽ അയാൾ ഈ കേസിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത്, അതാണ് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഘടകം. പിന്നെ ഞാൻ കാണാൻ കാത്തിരിക്കുന്നത് ഇങ്ങനെ വളരെ ഇമോഷണലി ഇൻറ്റൻസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രത്തിനെ ലാലേട്ടൻ എത്രത്തോളം ഗംഭീരമായിട്ട് ചെയ്യുമെന്നുള്ള നമ്മുടെ ഒരു ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പ് എനിക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതല്ലാതെയുള്ള നിങ്ങളുടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലുകൾ എന്തൊക്കെയാണ്, കഥ എന്തായിരിക്കാം, എന്തൊക്കെയായിരിക്കും അതിലെ മെയിൻ സംഭവങ്ങൾ, അത് കമൻറ്റ് ബോക്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആൻഡ് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. ഗംഭീരാവട്ടെ, അടിപൊളിയാവട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം.